Hi everyone. 21st January shift 1 question number 18 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് കുറച്ച് ലെന്തിയാണ്, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ പേജിലും ഇട്ടു. എ ഹൈഡ്രോ കാർബൺ C4H8. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ C4H8 ആണോ എന്ന് അനലൈസ് ചെയ്യാം. നോക്കൂ, ഇത് CH3 CH ഡബിൾ ബോണ്ട് CH3. അപ്പൊ ഇതൊരു C4H8 ആളാണ്. അതുപോലെ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ അവിടെയും നമുക്കറിയാം C4H8 തന്നെയാണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് ഓൾസോ C4H8, അടുത്ത കോമ്പൗണ്ട് C4H8. അപ്പൊ അതിൽ കാര്യമായ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ഇനി റിയാക്ഷൻ വിത്ത് HClയുമായി റിയാക്ഷൻ നടന്നു, ഗീവ്സ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. അപ്പൊ HClയുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. നോക്കൂ, ഇതിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ H ഒരിടത്ത് Cl ഒരിടത്ത്. മോർ ഓവർ ആ കിട്ടിയ കോമ്പൗണ്ട് ഓപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടും ആണ്. അപ്പൊ ഇത് നമ്മുടെ ചാൻസ് ആയി വരാം. അപ്പൊ അതേസമയം അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷനിൽ ഈ കോമ്പൗണ്ട് ഒരിക്കലും ഓപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. നെക്സ്റ്റ് ഈ കിട്ടിയ കോമ്പൗണ്ടും ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. നെക്സ്റ്റ് ഈ കിട്ടിയ കോമ്പൗണ്ടും ഒരിക്കലും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരൊറ്റ ഓപ്ഷനെ വാലിഡ് ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോവാം. അടുത്തത് Cl HClയുമായി റിയാക്ട് ചെയ്തു, എന്നിട്ട് അതിലേക്ക് 1 മോൾ അമോണിയ ആഡ് ചെയ്തു. അപ്പൊ ഈ Cl മാറി Cl നിന്ന ഭാഗത്ത് ആര് വരും? NH2 വരും. സോ വി ഗോട്ട് NH2 ആൻഡ് യു നോ ഇറ്റ്സ് എ പ്രൈമറി അമീൻ. ഇറ്റ്സ് എ പ്രൈമറി അമീൻ, ആലിഫാറ്റിക് പ്രൈമറി അമീൻ. ഈ ആലിഫാറ്റിക് പ്രൈമറി അമീൻ അടുത്ത സ്റ്റെപ്പിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാ? ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ഡൈസോട്ടൈസേഷൻ. നോക്കൂ, ഡൈസോട്ടൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ആരെയാണ്? ഡൈസോണിയം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആദ്യം മുതൽ എഴുതിയാൽ ലെറ്റ് സ്റ്റാർട്ട് 1 by 1. ആദ്യം നമുക്കുണ്ടായിരുന്നത് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഇതിലേക്ക് നമ്മൾ HCl ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് കിട്ടിയോ ഇല്ലയോ? നിങ്ങൾ നോക്കൂ, വി ആർ ഗെറ്റിംഗ് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Cl സിംഗിൾ ബോണ്ട് CH3. ദിസ് ആൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ അടുത്ത ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്? അമോണിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ അമോണിയ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ വാട്ട് വി ഗെറ്റ്? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് NH2 സിംഗിൾ ബോണ്ട് വാട്ട് വി ഹാവ്? CH3. നോക്കൂ, ഇതൊരു പ്രൈമറി അമീൻ ആണ്. ഈ പ്രൈമറി അമീനെ നിങ്ങൾ ഡൈസോട്ടൈസേഷൻ നടത്തുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് ഇപ്രകാരം: CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3, but here we get a carbocation. ഈ കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് ഒന്നും പോസിബിൾ അല്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അയാൾ എന്തായിട്ട് മാറും? ഹൈഡ്രോളിസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CHOH സിംഗിൾ ബോണ്ട് CH3. ഇത് ആരോമാറ്റിക് ആയിരുന്നെങ്കിൽ നമുക്കിത് കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് എന്ത് തന്നെയാണ്? ഓപ്ഷൻ 1 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ.